പ്രിയരെ, ഇന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം മറ്റൊരു ICD റിസൾട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സംപ്രീത കാസർഗോഡുകാരിയാണ്, ICDയിലെ വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ ആക്സിസ് ബാങ്കിൽ, പുത്തൻ ജനറേഷൻ ബാങ്ക് ആക്സിസ് ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്ക് സംപ്രീത സെലക്റ്റഡ് ആയിരിക്കുന്നു. സംപ്രീതയുടെ പഠന രീതികളും പഠന വിശേഷങ്ങളും സമ്പ്രദായങ്ങളും എന്താണെന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സംപ്രീത, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. BSc കെമിസ്ട്രിയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ബാങ്ക് പരീക്ഷ പഠനം എന്ന നിലയ്ക്ക് ആലോചിക്കുകയും കൊല്ലം ICDയിലേക്ക് വരികയും ചെയ്തു. ഏതാണ്ട് 9 മാസം അല്ലേ? ഓൾമോസ്റ്റ് 1 ഇയർ ആയി. പഠിച്ചു. ഓൾമോസ്റ്റ് 1 ഇയർ പഠിച്ചു. സംപ്രീതയുടെ ഒരു പ്രോഗ്രഷൻ എങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോൾ? എങ്ങനെ, പിന്നെ എന്തൊക്കെയായിരുന്നു പഠന രീതികൾ? സ്റ്റാർട്ടിങ് ഇച്ചിരി നെർവസ് ആയിരുന്നു. പഠിക്കാൻ എനിക്ക് പറ്റുമോ എന്നൊരു ഡൗട്ടിലായിരുന്നു ഞാൻ സയൻസ് ആയതുകൊണ്ട് ഇത് എല്ലാവരും പറയും ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് കോമേഴ്സ് ബേസ്ഡ് അവർ ബാക്ക്ഗ്രൗണ്ട് പിടിച്ചാൽ വരുന്നതെന്ന്. ബട്ട് ഞാൻ സയൻസ് പിടിച്ച് വന്നിട്ട് എനിക്ക് പറ്റുമോ എന്നൊരു സംശയത്തിലാണ് ഞാൻ ഇവിടെ വന്ന്. പിന്നെ എല്ലാവരും പറഞ്ഞു അതൊന്നും മാറ്റർ ആവത്തില്ല. പിന്നെ സാറിനവരൊക്കെ പറഞ്ഞു നിങ്ങൾ പഠിച്ചതൊന്നും മാറ്റർ ആവത്തില്ല, ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കാൻ പോകുന്ന അതാണ് മെയിൻ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, സയൻസ് പഠിച്ചവർക്ക് ബാങ്ക് പരീക്ഷകൾ എഴുതാൻ പറ്റുമോ? ഇത് കൊമേഴ്സ് പഠിച്ചവർക്ക് മാത്രമുള്ളതാണോ? ബിടെക്കുകാർ പലരും ചോദിക്കും ഞങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഇതൊരു അബദ്ധജടിലമായ ഒരു തോന്നലാണ്. ബാങ്ക് പരീക്ഷ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പരീക്ഷകൾ, ഇതെല്ലാം തന്നെ ഏത് ഗ്രാജുവേറ്റിനും പറ്റും. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, അതാണ്. നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചുവെന്നോ അതൊന്നും പ്രശ്നമല്ല. മത്സര പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് മാത്രമാണ്. സംപ്രീത, ഈ കണക്ക്, ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇതാണല്ലോ പ്രധാനപ്പെട്ട ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകൾ. ഇതിൽ ഓരോന്നിലും എങ്ങനെയാണ് സംപ്രീത സ്പീഡ് ലെവലൊക്കെ ഏതാണ്ട് എത്തിയത്? എനിക്ക് ഫസ്റ്റായിട്ട് റീസണിങ്ങാണ് ബെസ്റ്റ്. റീസണിങ് ഇപ്പോൾ എനിക്ക് സെറ്റായിട്ടുണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ്, ഞാൻ എപ്പോഴും ലാസ്റ്റ് പ്രിഫറൻസാണ് കൊടുക്കുന്നത്. ബിക്കോസ് എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യും, സിംപ്ലിഫിക്കേഷൻ DI അതൊക്കെ ചെയ്യും. ബട്ട് വേർഡ് പ്രോബ്ലംസ് എന്നൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആകും. ബട്ട് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഓക്കെ എന്ന് പറയാൻ പറ്റും. ഇവിടെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് ഇനിയും വേണം പ്രാക്ടീസ്. നന്നായിട്ട് പഠിച്ചാലേ നമുക്കൊരു സെറ്റാവുന്ന പറ്റുമെന്ന് പറയാം. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതൊരു നിരന്തരമായ ഒരു ശ്രമത്തിൻ്റെ റിസൾട്ടാണ് ഈ മത്സര പരീക്ഷാ വിജയങ്ങളെന്ന് പറയുന്നത്. നമ്മൾ എല്ലാം പഠിച്ചു എന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിലേക്ക് വരും. അതൊരു കണ്ടിന്യൂസ് എഫേർട്ടാണ്. തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടി എന്നതുകൊണ്ട് മറ്റു ജോലികളുടെ സാധ്യതകൾ ഇല്ലാതാകുന്നില്ല. വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ കണക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ബാലികാറമലയല്ല, വളരെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളൊരു കാര്യമല്ല. 10ാം തരം വരെയുള്ള ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകൾക്കാണ് അതുവരെയുള്ള ലെവലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷേ അത് നിരന്തരമായി നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പഠിക്കുകയും നിരന്തരമായി പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ കണക്ക് വളരെ മെക്കാനിക്കലായിട്ട് നമ്മളങ്ങ് ചെയ്യും. കാരണം നമുക്കതിനകത്ത് വല്ലതും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അത് ഒരു പ്രവർത്തന നൈരന്തര്യം കൊണ്ട് മാത്രം നേടിയെടുക്കാവുന്ന ഒരു കഴിവാണ്. അപ്പോൾ റീസണിങ് എന്ന് പറയുന്നത് എനിക്ക് സെറ്റായി എന്ന് പറഞ്ഞു, അത് ക്വയറ്റ് ആനന്ദകരം. അതുപോലെ ഇംഗ്ലീഷിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ക്വാളിഫൈ ചെയ്താൽ മതിയായിരുന്നു. വി നീഡ് ഓൺലി ടു ക്വാളിഫൈ ഇൻ അവർ ആപ്റ്റിറ്റ്യൂഡ് എക്സാംസ്. മാർക്സ് ഫോർ ഇംഗ്ലീഷ് വുഡ് നോട്ട് ബി റെക്കൺഡ് ഫോർ റാങ്ക് മേക്കിംഗ്. എന്നാൽ ഇപ്പോഴങ്ങനല്ല. ഇംഗ്ലീഷിൻ്റെ മാർക്കും ക്വാളിഫയിങ് അല്ല, അത് റെക്കൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ പത്രവായന എന്നുള്ള കാര്യവും ജനറൽ അവയർനെസ്സും ഒക്കെ എങ്ങനെയായിരുന്നു സംപ്രീത? ജനറൽ ഞാൻ പത്രം വായിക്കാറില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് തുടങ്ങി പത്രം വായിക്കാൻ. സോ ബേസിക്കലി ഇംഗ്ലീഷ് പത്രം എങ്ങും വായിക്കാനേ ഇല്ല. ലാംഗ്വേജ് കന്നഡ ആയതുകൊണ്ട് കന്നഡ പത്രം വായിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ഹിന്ദു പേപ്പർ, ഹിന്ദു ന്യൂസ് പേപ്പർ എല്ലാം വായിക്കാൻ തുടങ്ങി. പിന്നെ സാറ് വീക്കിലി ഇങ്ങനെ ക്ലാസ് ഉള്ളപ്പോൾ GK ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ സെറ്റായിട്ട് ഇപ്പം കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയാം GKയിൽ. തീർച്ചയായിട്ടും അത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതിൽ ഒരു നല്ല ശതമാനവും
ഞാൻ ശതമാനത്തിൻ്റെ കണക്ക് പറയുന്നില്ല, സബ്സ്റ്റാൻഷ്യൽ എ വൈൽഡ് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ദേ ഡോണ്ട് ഹാവ് എനി ആക്സസ് ടു ദേ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ റീഡിങ് ദ ന്യൂസ് പേപ്പേഴ്സ്. പത്രവായന പൊതുവിൽ വളരെ കുറവാണ്. അവരവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങുകയും മാർക്ക് എന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇത്തരം മത്സര പരീക്ഷകൾക്ക്, അഖിലേന്ത്യാ പരീക്ഷകൾക്ക് വിജയിക്കണമെങ്കിൽ വ്യാപകമായ പത്രവായന ഉണ്ടായേ പറ്റൂ. നമ്മളുടെ താല്പര്യങ്ങളുടെ വ്യാപ്തിയും വിസ്തൃതിയും വർദ്ധിപ്പിച്ചേ പറ്റുള്ളൂ. അതിലൊക്കെ കുറച്ച് എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നില്ല, എങ്കിൽ കൂടെ നിരന്തരമായി അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുമ്പോൾ ഈ പ്രായത്തിലെ കുട്ടികൾ കുറേയധികം പേരെങ്കിലും നന്നായിട്ട് വായിക്കാറുണ്ട്. അങ്ങനെ സമൃദ്ധിയുടെ വായന കുറച്ച് വിപുലപ്പെടുത്തി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി ഒരു ജോലിയിൽ കിട്ടി എന്ന് പറയുന്നത് മറ്റ് ജോലികൾക്കുള്ള തടസ്സമാകരുത്. ഇപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI ഇതെല്ലാം അപ്ലൈഡ് ഉണ്ടാവും. അതിന് കന്നഡ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അത് കർണാടകത്തിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകത്തിൽ തന്നെ വേക്കൻസി വളരെ കൂടുതലാണ്. അപ്പോൾ പഠനം തുടരുക, പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ പഠനം നന്നായി തുടരുക. ICDക്ക് വേണ്ടി മറ്റൊരു വിജയ വീഡിയോയും എടുക്കാൻ കഴിയുമാറാകട്ടെ. എല്ലാ പ്രാർത്ഥനയും. മേ ഗോഡ് ബ്ലസ്. താങ്ക് യു. താങ്ക് യു.